ഗായ്സ്, SKV ഇൻസൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആ സമയം 3 മണി. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കുളക്കമല കയറാൻ പോവാണ്. ദിസ് ഫോർ ദ സെക്കൻഡ് ടൈം, രണ്ടാമത്തെ തവണയാണ്. കഴിഞ്ഞ തവണ പോയിട്ട് മഴ പെയ്ത് കുളമായൊരു ട്രിപ്പാണ്. ഇത്തവണ അത് അങ്ങനെ ആയാൽ പറ്റില്ല. എനിക്ക് സൺറൈസ് കാണണം എന്നുള്ളൊരു വാശിയുണ്ട്. മഴയൊന്നും പെയ്യാതിരിക്കട്ടെ അല്ലേ. എന്താ ജീപ്പൊക്കെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഹോസ്റ്റൽ അത്യാവശ്യം ഫുള്ളാണ് ഗൈസ്. ഞാനിപ്പോൾ കണ്ടപ്പോഴാണ് മനസ്സിലായത്. കാണിച്ചു തരാം, നോക്കൂ. അപ്പോൾ എന്തായാലും ജീപ്പ് എത്തിയിട്ടുണ്ട്. ജീപ്പിൽ ഫസ്റ്റ് തന്നെ ഫ്രണ്ട് സീറ്റ് പിടിക്കട്ടെ, അല്ലെങ്കിൽ ബാക്കിലിരുന്ന് കഴിഞ്ഞാൽ ഷൂട്ടിംഗ് പരിപാടി ഒന്നും നടക്കില്ല. അത്യാവശ്യം നല്ല ആളും ഉണ്ട് ഇന്ന് കുളക്കമല കയറാൻ. ഗൈസ്, അപ്പോൾ ഒരു 3:30 ആയപ്പോൾ തന്നെ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ബേസ് ക്യാമ്പ് വരെയാണ് ഈ വണ്ടിയിൽ പോകുന്നത്. എൻ്റെ പോനോ, കീടുമഞ്ഞ്, ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും കാണാനില്ല. ഗൈസ്, അപ്പോൾ നമ്മൾ ബേസ് ക്യാമ്പിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ലോക്കൽ ജീപ്പ് വഴി വേണം നമ്മൾ തിരിച്ച് കയറാൻ. അപ്പോൾ അതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ലോക്കൽ ജീപ്പ് വരും, അപ്പോൾ അതിൽ മാറി കയറേണ്ടതുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. മല കയറാൻ ഒരുപാട് വണ്ടികളുണ്ട്, ഒരുപാട് ജീപ്പ് ഇതാ ഞങ്ങളെ ഫ്രണ്ടിലായിട്ടുണ്ട്. ഓഫ് റോഡ് ഇതാ ഇവിടെ തുടങ്ങുകയാണ്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററോളം ഏകദേശം ഓഫ് റോഡ് തന്നെയാണ്. ചേട്ടാ, സൺറൈസ് ആവാറായെന്ന് തോന്നുന്നല്ലോ. ആ മലയിൽ ഇതാ വെളിച്ചമൊക്കെ ഉണ്ടല്ലോ ഗൈസ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, കുറച്ച് കയറ്റം കയറാനുണ്ട്. ചെറിയ വഴിയാണ്, ശ്രദ്ധിച്ച് നടക്കേണ്ട അവസ്ഥയാണ്. കാല് തന്നെയാണ് നമ്മുടെ കാര്യം പോക്കാ. വളരെ ചെറിയ വഴിയാണ്, നല്ല തിരക്കുണ്ടേ. അത്യാവശ്യം ഒരു 10-50 ജീപ്പെങ്കിലും കയറിയിട്ടുണ്ടാവും മലയിൽ നിന്ന്. നല്ല തിരക്കുണ്ട്. സൂര്യൻ അത് ഉദിച്ചു വരുന്നേ ഉള്ളൂ. ഇത്തവണ വെറുതെ ആയില്ല ഗൈസ്, അടിപൊളി. ജാഗറോക്കിൻ്റെ കട ഫുള്ള് തിരക്കാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളങ്ങനെ കുളക്കുമല കയറി. അത് കഴിഞ്ഞ് സൺറൈസും കാര്യങ്ങളൊക്കെ കണ്ടു. നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങളെ കൂടെ ജീപ്പിൽ പരിചയപ്പെട്ടതാണ് ആളുടെ പേര് പറയും. വിക്രം. ആള് ബാംഗ്ലൂർ ഒരു IT പ്രൊഫഷണലാണ്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ ജീപ്പിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. ആക്ച്വലി നല്ല തിരക്കായിരുന്നു അന്ന്. സോ നമ്മളിപ്പോൾ എല്ലാം കണ്ടു. സൺറൈസ് നന്നായിട്ട് കാണാൻ പറ്റി. ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. സമയമായി. ഇപ്പോൾ 7:30 ജീപ്പിൽ കയറണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നോക്കാം. അപ്പോൾ ഈ കാണുന്ന ഈ തേയിലത്തോട്ടം, ഇത് ഹാരിസൺ മലയാളം എന്ന് പറഞ്ഞൊരു ടീമിൻ്റെയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് കണ്ണൻ ദേവൻ്റെ ആണെന്നാണ്. ഇപ്പോൾ ഡ്രൈവറാണ് പറഞ്ഞത് ഹാരിസൺ മലയാളത്തിൻ്റെയാണ്.
നമ്മളിപ്പോൾ മൂന്നാർ കൊളുക്കുമല ട്രിപ്പ് കഴിഞ്ഞതാ റൂമിലേക്ക് തിരിച്ചെത്തി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഇത് കഴിഞ്ഞ തവണ കാണാൻ പറ്റാത്ത ഒരു ക്ഷീണം മൊത്തം ഈ ഒരു ട്രിപ്പോട് കൂടി തീർത്തു എന്നുള്ളതാണ്. കാരണം ആ സൺറൈസോ കാണാതെ ആണ് കഴിഞ്ഞ തവണ മടങ്ങിയത്. പിന്നെ അത്യാവശ്യം തിരക്കുള്ളൊരു സമയമാണ്, പീക്ക് ടൈമാണ്, അറിയാമല്ലോ, ക്രിസ്മസിൻ്റെയും ഇതിൻ്റെയൊക്കെ പീക്ക് ടൈം സമയമാണ്. ബട്ട് അതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, അത്ര വലിയ തിരക്ക് കാര്യങ്ങളൊന്നും അവിടെ എനിക്ക് അത്ര തോന്നുന്നില്ല. കാര്യം എല്ലാവരും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗ്യാങ്ങാണ്, എല്ലാവർക്കും അത് കാണുക, പരസ്പരം ഫോട്ടോ എടുത്ത് കൊടുക്കുക. ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളുണ്ടായിരുന്നു. ചില എന്താ പറയുക സേവ് ദ ഡേറ്റും ഒക്കെ ചെയ്യാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഈ തിരക്കിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എങ്കിലും അവർ ഒക്കെ രസം. ഇത് എല്ലാവരും പരിചയപ്പെടാൻ കുറേ പേര് പരിചയപ്പെടാൻ പറ്റി. പിന്നെ ജീപ്പിൽ ഓഫ് റോഡ് എക്സ്പീരിയൻസ്, അതും വേറെ തന്നെ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു രസമുള്ളൊരു ഈ യാത്ര തന്നെയായിരുന്നു, 3 മണിക്കൂർ യാത്ര. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞാൽ തിരിച്ചെത്തിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വിശപ്പുണ്ട്, 10 മണിയായി. ഇനി ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ടായിരിക്കും അടുത്തൊരു യാത്ര. അത് മൂന്നാർ ടൗണൊക്കെ ഒന്ന് കവർ ചെയ്യണം, ടൗണിൽ പോകണം. പിന്നെ ടീ എസ്റ്റേറ്റ് ഒക്കെ ഒന്ന് കവർ ചെയ്യണം എന്നുണ്ട്. എന്തായാലും ഒന്ന് ബ്രേക്ക് എടുത്ത ശേഷം ഫുഡൊക്കെ കഴിച്ച് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ട്രിപ്പ്. ഫസ്റ്റ് നമുക്കിപ്പോൾ ഫുഡ് എന്താണെന്ന് പോയി നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ബഫറ്റാണ്. ഇപ്പോൾ കട്ട് ഫ്രൂട്ട്സ്, ബ്രെഡ്, ജാം, ബട്ടർ, ഓക്കെ, പൂരി ഉണ്ട്. പിന്നെന്താ അതിൻ്റെ കറി എന്താ? യെസ്, ഗ്രീൻ പീസാണ്. പിന്നെ ദോശയുണ്ട്, ചട്നി ഉണ്ട്, സാമ്പാറായിരിക്കും. യെസ്, അതെ. പിന്നെ ഒന്നുകൂടി ഉണ്ടല്ലോ, യെസ്, മുട്ടയുണ്ട്. പിന്നെ ഇത് ചായ, കാപ്പി, പിന്നെ കോൺഫ്ലേക്സും മിൽക്കും ഉണ്ട്. പിന്നെ ഇതൊരു ഓറഞ്ച് ജ്യൂസ്. നെക്സ്റ്റ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാർ ടൗണിലൊന്ന് പോകണം, ടീ ഫാക്ടറി കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാം. അതാണ് ഒരു പ്ലാൻ. കാരണം ബാക്കി 2 സ്റ്റേഷനിൽ ഇപ്പോൾ ഇനി പോകാൻ പറ്റില്ല, നല്ല ടയർഡാണ്. അത്രയും കുറച്ച് ദൂരം ട്രാവൽ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ 5-6 മണിക്കൂർ ടോട്ടൽ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ അതൊന്നും നടക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ മൂന്നാർ ടൗൺ വിസിറ്റ് ചെയ്യുക, കുറച്ച് ടീ ഫാക്ടറി കാര്യങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഫുഡ് പറഞ്ഞിട്ടുണ്ട്, ഫുഡ് വരട്ടെ, ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അവിടെയാണ് പോകുന്നത്. പിന്നെ അവിടെയൊക്കെ ഒന്ന് കാണാം, കാരണം ടീ ഉണ്ടാകുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, ജസ്റ്റ് ഒന്ന് കാണാം എന്നൊരു പരിപാടിയാണ്. ഫുഡ് കഴിച്ചിട്ട് നമുക്കവിടെ മൂന്നാർ ടൗണിലേക്ക് അപ്പോൾ ബസ് കയറിയിരിക്കുകയാണ്. ഹലോ, അപ്പോൾ നമ്മൾ ഫൈനലി റിപ്പിൾസിൻ്റെ ടീ മ്യൂസിയത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഒരുപാട് എക്യുപ്മെൻറ്റ്സ്, നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന എക്യുപ്മെൻറ്റ്സിൻ്റെയൊക്കെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട്. ഇത് കണ്ടു, 1919 ഉപയോഗിച്ചിരുന്ന ഇൻഡക്ഷൻ മോട്ടറാണ്, മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്. ഇവിടെ ആക്ച്വലി തേയിലയുടെ തന്നെ അവരുടെ ഒരു ഹിസ്റ്ററി തന്നെ കൊടുത്തിട്ടുണ്ട്. മൂന്നാറിൽ എങ്ങനെ ഈ ഒരു തേയില എന്നുള്ള സംഭവം എത്തി എന്നുള്ളത് വലിയൊരു ഫോട്ടോസായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആക്ച്വലി നമ്മുടെ കണ്ണൻ ദേവൻ ടീയുടെ ഒരു ഹിസ്റ്ററി, ആക്ച്വലി ഇതെങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നു എന്നുള്ളതൊരു ഡോക്യുമെൻ്ററി, 30 മിനിറ്റ്സ് ഡോക്യുമെൻ്ററി കാണാൻ വേണ്ടി കയറാൻ പോവാണ്. On the 1st of April 2005. 1908 മുതൽ 97 വരെ യൂസ് ചെയ്യുന്ന ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ ഒരു മെഷീനാണിത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് തേയിലയുടെ ഒരു പ്രൊഡക്ഷനാണ്, പ്രോസസ്സ് എങ്ങനെയാണ് നമുക്ക് തേയില ഒരു പൊടിയായിട്ട് നമുക്ക് എത്തുന്നതിനുള്ള ഒരു പ്രോസസ്സിൻ്റെ ഒരു ഡെമോ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം.
ഈ ഒരു മ്യൂസിയത്തിൻ്റെ പുറത്ത് തന്നെ നല്ല വെറൈറ്റീസ് ഓഫ് ടീസ്, പിന്നെ അതേപോലെ കണ്ണൻ ദേവൻ്റെ തന്നെ വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് ഒക്കെ അവൈലബിൾ ആയിട്ട് സ്റ്റോർ തന്നെയുണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് കയറുകയാണ്. ഈ ഒരു സ്റ്റോറിൻ്റെ പുറത്ത് തന്നെ ഇവിടെ തന്നെ ഒരു ഷോപ്പുണ്ട്. വെറൈറ്റി ഓഫ് ടീ കിട്ടുന്ന, നമുക്കൊന്ന് കുടിച്ച് നോക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതിനുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട്. നല്ല കിട്ടിലും ചായ കേട്ടോ, സൂപ്പർ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, നല്ല തിരക്കാണ്. ഒരു ചേച്ചിയുണ്ട്, 10,000 ആൾക്കാർ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. 10-16 ടൈപ്പ് ഓഫ് ചായ ഉണ്ട്. കഷ്ടമാണ്. എന്തായാലും സംഭവം അടിപൊളിയാണ്, ആ ടേസ്റ്റ് ഉണ്ട്. ഇവിടെ വരുമ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സാധനം. ഇത് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ടീ ഫാക്ടറി വിസിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. കണ്ണൻ ദേവൻ്റെ ഒരു ഹിസ്റ്ററി ആയിട്ടാണ് ഞാൻ ആദ്യം ഇതിനെ കണ്ടത്. പക്ഷേ ഡോക്യുമെൻ്ററി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് മൂന്നാറിൻ്റെ തന്നെ ഒരു ഹിസ്റ്ററി തന്നെയാണ്. ആക്ച്വലി മൂന്നാറിനെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇത്രയും ഫേമസ് ആക്കിയത് തന്നെ നമുക്കറിയാം ആ ഒരു ടീ തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു ബേസിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ആക്ച്വലി ഇങ്ങനെ ഇവിടെ തേയില ഇത് വന്നു. പിന്നെ അതേപോലെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഹെൽത്ത്, പിന്നെ എങ്ങനെ ടാറ്റ കമ്പനി വന്നു, ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ വരുന്നൊരു ഡീറ്റെയിൽഡ് ഡോക്യുമെൻ്ററി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. 30 മിനിറ്റ്സ് ഒട്ടും മോശമല്ല, നമുക്ക് കിട്ടുന്നൊരു ഇൻഫർമേഷനാണ്. ഇറ്റ്സ് ഗുഡ്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ അത്യാവശ്യം പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ചായ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, എല്ലാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് കണ്ണൻ ദേവന്. നമ്മളൊക്കെ ആക്ച്വലി കണ്ണൻ ദേവൻ എന്ന് കേൾക്കുമ്പോൾ തേയില ഒരു ചായപ്പൊടിയല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. അല്ലാതെ ഒരുപാട് പ്രൊഡക്ട്സ് ഇവരുടെ വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ അതേപോലെ ഒരുപാട് വെറൈറ്റി ഓഫ് ചായ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത ശേഷം നേരത്തെ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഹിസ്റ്ററി, ഒരുപാട് മെഷീൻസ്, പ്രോസസ്സിങ്, ഇതൊക്കെ കാണാൻ പറ്റി. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു തവണ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു നല്ലൊരു വർത്തായിട്ട് തോന്നുള്ളൂ. അത്രയും മോശമായിട്ടൊരു എക്സ്പീരിയൻസ് അല്ല, എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ടീ ഫാക്ടറിയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഇനി പോവുകയാണ്, തിരിച്ച് മൂന്നാർ ടൗണിൽ പോകണം. അവിടെ നിന്നും കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നെക്സ്റ്റ് പ്ലാൻ. അത് കഴിഞ്ഞ് നമ്മൾ ഹോസ്റ്റലിൽ പോകും. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ റൂമിൽ തിരികെയാണ്. മൂന്നാറിൽ നിന്ന് 1-2 സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ നല്ല ഇരുട്ടായി ഞാൻ തിരിച്ച് റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫുഡ് കഴിക്കണം. പിന്നെ പറ്റുവാണെങ്കിൽ നമ്മൾ രാവിലെ കണ്ട വിക്രം, പിന്നെ ആളുടെ ഒരു ഫ്രണ്ടുണ്ട് രവികുമാർ, രണ്ടുപേരൊന്ന് കാണണം. അതാണ് നെക്സ്റ്റ് പ്ലാൻ. അവരൊന്ന് പോയിട്ട് നോക്കട്ടെ, അവർ ഏത് റൂമിലാണെന്നറിയില്ല. ജസ്റ്റ് അവർ നമ്പർ കിട്ടിയിട്ടുണ്ട്, ഒന്ന് വിളിച്ചോട്ടെ. എപ്പോഴും ചോദിച്ചേ സിപ്പ് ലൈൻ അല്ല, സൂപ്പർ ബാർ എപ്പോഴും ചോദിച്ചേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ രവികുമാർ ആൻഡ് വിക്രം. രണ്ടുപേരും ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടുപേരും ബാംഗ്ലൂർ. ഏത് കമ്പനിയാണ്? അഡോബിയിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, ബിയോഡൊമൈൻസ്. അപ്പോൾ ഇവരെ ഞാൻ ഇന്ന് രാവിലെ നമ്മൾ കുളക്കുമല പോയപ്പോൾ പരിചയപ്പെട്ടാണ്. രണ്ടുപേരും ബൈക്ക് റൈഡേഴ്സാണ്. ഫുൾ ട്രിപ്പ് പരിപാടികൾ മാത്രമേ ഉള്ളൂ. അവരിന്ന് നമ്മൾ മൂന്നാർ വരുന്ന വഴിക്ക് അവർ സിപ്പ് ലൈൻ്റെ അവിടെ ഇറങ്ങി. സിപ്പ് ലൈൻ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലാണോ ഇന്ത്യയിലാണോ ഇന്ത്യസ് ലോങ്സ്റ്റ് ഒരു സിപ്പ് ലൈൻ. അതാണ് ഏഷ്യാസ് ലോങ്സ്റ്റ്. ഓക്കെ, ഏഷ്യാസ് ലോങ്സ്റ്റ് സിപ്പ് ലൈൻ ആണ്. അതവർ ഫുൾ കവർ ചെയ്തിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? എപ്പോഴും എന്തിച്ച്? It's about 1.8 kilometers, so you'll be flying over the tea estate. So it was pretty awesome. Completely greenery. Yeah. So nalla. So visuals no the Iceland. It's eagle's eye. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു. സിപ്പ് ലൈൻ കുറച്ചും കൂടി ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ്. ഞാനിത് അറിഞ്ഞില്ല ആക്ച്വലി. ഇന്നലെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിവിടെ ജോയിൻ ചെയ്യാമായിരുന്നു. ഇന്നലെ അറിഞ്ഞില്ല. സാരമില്ല, അത് പോട്ടെ. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ നെക്സ്റ്റ് നിങ്ങളെന്താ പരിപാടി? വാഗമൺ. ഒരു വാഗമണ്ണ് പോവാണ്. ഇടുക്കി പോയിട്ട് നാളെ വാഗമണ്ണ് പോകാനാണ് നെക്സ്റ്റ് പ്ലാൻ. അപ്പോൾ അവരങ്ങനെ അടുത്ത റൂട്ട് തിരിച്ച് നാട്ടിലോട്ടല്ല ബാംഗ്ലൂരിലേക്കല്ല പോകുന്നത്. ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇടുക്കി, വാഗമണ്ണ്, കൊടൈക്കനാൽ വലിയ ട്രിപ്പാണ്. നമ്മളെ പോലെ ചെറിയ ട്രിപ്പൊന്നുമല്ല, വലിയൊരു ട്രിപ്പ് പരിപാടികളൊക്കെയാണ്.
അപ്പോൾ അതൊക്കെയാണ് എന്തായാലും അടിപൊളിയാവട്ടെ. എന്തായാലും ഫുഡ് ഓർഡർ ചെയ്യണം. Food is ഓർഡർ ചെയ്തു. Aru. അപ്പോൾ ഞാനും എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസും കട്ട് ഫ്രൂട്ട്സും ആട്ടോ ഡിന്നറാ കഴിച്ച്. അപ്പോൾ നമ്മളിന്ന് ചെക്കൗട്ട് ചെയ്യാണ് ഹോസ്റ്റലിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ സോളോ ട്രിപ്പായിട്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊട്ടും ഒരു ലോൺലി ഫീൽനെസ് ഒന്നും ഒരു സോളോ ട്രിപ്പാണെന്ന് പോലും തോന്നിക്കാതെ വിധം ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ. ഇതിനൊരു പ്രധാന കാരണം കൂടിയുണ്ട്. നമ്മുടെ ഒരു നാട്ടുകാരൻ ഇവിടെ ഉണ്ടായിരുന്നു, നിലമ്പൂരുകാരൻ. പുള്ളീനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതുപോലെ റീത്തോ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു എംപ്ലോയി ഉണ്ട്. ആളും നല്ല ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് കാര്യത്തിനും ഒരുപാട് പെട്ടെന്ന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. പക്ഷേ അതെ, ഇതാണ് നമ്മുടെ നാട്ടുകാരനാണ്, നിലമ്പൂരാണ്. നിലമ്പൂർ എവിടെയാണ്? ആ, ഇപ്പം എൻ്റെ ചങ്ങന്മാർക്ക് അയച്ചു കൊടുക്കാം. ചങ്ങന്മാർ കണ്ടോളല്ലോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ ചോദിക്കും, അത് തരും. അത്രേ ഉള്ളൂ. ബ്രോ, ദിസ് ഈസ് റീത്തോ. ഹായ്, ഞാൻ ചേട്ടാ സുഖമാണോ? Yeah, thanks for all the support. No worries, Baba. Like, please visit us again. Sure. Okay, that's also in that. Definitely. Yeah, take care. Yeah. ചേട്ടാ, അപ്പം നാട്ടിൽ വരുമ്പോൾ പറയും, നമുക്ക് നാട്ടിൽ നിന്ന് കാണാം. സെറ്റാണ്, ആയിക്കോട്ടെ. ഞാൻ ഒരു ദിവസം കൂടി തന്നില്ല. ശരി, അപ്പോൾ അടുത്ത വരാം. നമുക്ക് ഒരു ഓഫ് സീസൺ ടൈമിൽ പിടിക്കാം. ആയിക്കോട്ടെ, അത് നമുക്ക് പിടിക്കാം. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെയാണ്. നല്ലൊരു കിട്ടിലും പയ്യൻ. കഴിഞ്ഞ തവണ വന്നപ്പോൾ അവനെ കിട്ടിയതുമില്ല. അവൻ ജനുവരിയിലാണ് ജോയിൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് അവനെ കഴിഞ്ഞ തവണ ഇപ്പോൾ കാണാൻ പറ്റിയില്ല. ബട്ട് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സോഷ്യലി സോളോ ആയിട്ട് വരുന്നവർക്കും ഈ ബൈക്ക് റൈഡേഴ്സൊക്കെ ആയിട്ട് വരുന്നവർക്കും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ചും ഇങ്ങനൊരു ടൈമിൽ, അതായത് ക്രിസ്മസ് ടൈമിൽ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ നോക്കുക. ആക്ച്വലി വളരെ നല്ല തിരക്കാണ്. അതാണ് എനിക്കും ഒരുപാട് സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റാതെ. ടോപ്പ് സ്റ്റേഷനും ആനക്കുളം, ഇതേപോലെ ഇരുവകുളം, ഇതൊക്കെ ഇവിടുന്ന് പോവാം. പക്ഷേ വണ്ടി ഉണ്ടെങ്കിൽ എന്തും നടക്കും. കാര്യം ഇവിടുന്ന് ഇങ്ങോട്ട് നടക്കാൻ കുറച്ച് കയറ്റമുണ്ട്. അതൊന്നും കയറൽ അത്ര ഈസി ആയിരിക്കില്ല. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. ബട്ട് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ്. ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി. സോളോ ആണെങ്കിൽ കൂടി ആ ഒരു ഫീൽഡിലാണ്ട് ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒറ്റയ്ക്ക് വന്നു, തിരിച്ചു പോകുമ്പോൾ ഒരുപാട് പേരെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ പോലെ എന്തായാലും ഒരുപാട് സന്തോഷം. എന്നാലും ഇതുപോലെയുള്ള ട്രിപ്പുകളും കാര്യങ്ങളും എൻ്റെ ചാനലിൽ ഇനി ഞാൻ അപ്ലോഡ് ആവും. അപ്പോൾ മറക്കാതെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും അടുത്ത യാത്ര ഉടനെ പ്ലാൻ ചെയ്യും. അപ്പോൾ എന്തായാലും അതുവരേക്കും